എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. നമ്മൾ ഇപ്പോൾ കണ്ട ഈ വീഡിയോ വീട്ടിൽ ആണ് പുലിയുടെ കളി. അതായത് കാട്ടിൽ നിന്നെല്ലാം പോയി വീട്ടിലാണ് ഇപ്പോൾ പുലിയുടെ കളി എന്നുള്ളതാണ്. അതായത് ഭാഗ്യം എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അതാണ് ഇതിൽ നമ്മൾ കാണുന്നത്. കാരണം ആ സമയത്ത് നായ അവിടെ കിടക്കുന്നു, നായയെ പിടിക്കാൻ വേണ്ടി പുലി വരുന്നു, പുലി നായയെ പിടിക്കുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് ആ നായ രക്ഷപ്പെടുന്നു. ആ നായയുടെ ഒച്ച കേട്ട് ആ വീട്ടുടമസ്ഥൻ പുറത്തേക്ക് വരുന്നു. ആ സമയത്തേക്ക് പുലി ഓടിപ്പോകുന്നു. ഇതാണ് നമ്മൾ കണ്ട വീഡിയോ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ കാട്ടിൽ നിന്നെല്ലാം വന്യമൃഗങ്ങൾ പുറത്ത് ചാടി വിലസുന്നു എന്നുള്ളതാണ് നമ്മൾ വാർത്തകളിൽ കാണുന്നത്. അത് എന്ത് കൊണ്ടാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. എന്ത് കാരണം കൊണ്ടാണ് പുലിയായാലും അതുപോലെ ആനയായാലും അതുപോലെ കരടിയായാലും കാട്ടുപോത്തായാലും അങ്ങനെ ഒരുപാട് വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്കാണ് വരുന്നത്? അതിൻ്റെ കാരണം എന്താണ് എന്ന് എനിക്ക് വ്യക്തമല്ല. കാരണം ഞാനത് അറിയാതെ പറയുന്നത് ശരിയല്ലല്ലോ. അപ്പം അതുകൊണ്ട് ജനങ്ങൾക്ക് നാട്ടിൽ താമസിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സത്യം. അതായത് കഴിഞ്ഞ ദിവസം കാപ്പിത്തോട്ടത്തിൽ നിന്നും ഒരു സഹോദരിയെ പുലി കടിച്ചു കൊന്നു, ശരീരമെല്ലാം വേർപെട്ടു എന്നുള്ള ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കേട്ടത്. കാരണം അത് കേൾക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരും വളരെ സങ്കടത്തിലായിരിക്കും. കാരണം അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. അതായത് ആ സഹോദരി ജോലി എടുക്കുന്ന സമയത്താണ് ഇത് ചാടിപ്പിടിച്ചത് എന്നാണ് ഞാൻ വാർത്തകളിൽ കേട്ടത്. ആ സഹോദരിയുടെ വീട്ടിലെ അവസ്ഥ ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാട്ടെ. മനസമാധാനത്തിൽ പലർക്കും ആ നാട്ടിൽ ജോലി എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള സത്യം കൂടിയാണ് അവരെല്ലാവരും വിളിച്ചു പറയുന്നത്. അവർ പറഞ്ഞ ഒരു കാര്യം, നമ്മൾ വീട്ടിലേക്ക് പോകുന്നില്ല, കാരണം ആ കടുവയെ പിടിക്കാതെ നമ്മൾ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ സുരക്ഷിതരല്ല. അപ്പം അതുകൊണ്ട് ഫോറസ്റ്റ് ഓഫീസിൽ തന്നെ നമ്മൾ നിൽക്കുന്നതാണ് നല്ലത്. കാരണം ഇവിടെ സഹായിക്കാൻ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ എന്നാണ് അതിൽ സമരം ചെയ്യുന്ന ഒരു സഹോദരി പറഞ്ഞത്. കാരണം അവരുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരിയാണ് കഴിഞ്ഞ ദിവസം പുലി തിന്നത് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നാട്ടിൽ വിഹരിച്ച് നടക്കുകയാണ് ഇപ്പോൾ വന്യമൃഗങ്ങൾ എന്നുള്ളതാണ്. കാരണം കാട്ടിൽ നിന്ന് പുറത്ത് ചാടി ഇവയെല്ലാം നാട്ടിൽ വിലസാൻ തുടങ്ങിയാൽ മനുഷ്യന്മാരുടെ ആവാസം തന്നെ വളരെ വിഷമത്തിലാവും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ കാടിനോട് അടുത്ത് നിൽക്കുന്ന പ്രദേശങ്ങളാണ് ഇത് വളരെയേറെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം. എന്തായാലും എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ ദിവസം ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ വളരെയധികം വേദനാജനകമാണ്. എന്തായാലും എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.